നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഭാഷകളിലെ ഉച്ചാരണത്തിലെ പോരായ്മകൾക്ക് പരിഹാരവുമായി സ്കെപ്സിയോൺ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഭാഷാ പഠന സെമിനാർ സംഘടിപ്പിച്ചു. ഭാഷാ പഠന രംഗത്ത് ശാസ്ത്രീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സ്കെപ്സിയോൺ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തിവരുന്ന ഗവേഷണങ്ങൾ വിജയകരമായ ഒരു ഘട്ടത്തിൽ എത്തിയതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സ്പീച്ച് തെറാപ്പി, ഡിസ്ലെക്സിയ തുടങ്ങിയ മേഖലകളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഫോണറ്റിക്സ് പഠന രീതിയെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഭാഷാ പഠനത്തിലേക്ക് സ്കെപ്സിയോൺ കൊണ്ടുവന്നു. ഈ രീതിയിലൂടെ ഇംഗ്ലീഷ് ഭാഷ ഉച്ചാരണത്തിൽ കുട്ടികൾ കൈവരിച്ച അത്ഭുതകരമായ പുരോഗതി പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ഈ വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാനും ഭാഷാ പഠനത്തിന്റെ പുതിയ സാധ്യതകൾ മനസ്സിലാക്കാൻ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ സ്കെപ്സിയോൺ കോ ഫൗണ്ടർ വേണു ആർ സ്വാഗതം പറഞ്ഞു. സ്കെപ്സിയോൺ കോ ഫൗണ്ടർ അപർണ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IIM കോഴിക്കോട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ C രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഗ്രാമബന്ധു വായനശാല പച്ചാട്രി ബിന്ദു ആക്കുളത്ത്, ഹെഡ് മിസ്ട്രസ് PANNM സ്കൂൾ പച്ചാട്രി, ഹൈറ ഫിസിയോതെറാപ്പി സെന്റർ ഫൗണ്ടർ ആൻഡ് HOD റഷീദ അഞ്ജും, മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. GBHSS തിരൂർ അധ്യാപിക ജിജി കാവിലകത്ത് നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയിലെ നാടക അവതരണങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. കോൺടാക്ട് സ്കെപ്സിയോൺ 9035391069. കുളിച്ചുപൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ, ഒളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ. സ്കെപ്സിയോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പായി 10 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് ഇത് ഞാൻ വളരെ ഔപചാരികമായ അല്ലാതെ എൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങളിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ഭാഷയുടെ ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരല്ല. ഞങ്ങൾ രണ്ട് എൻജിനീയേഴ്സായിരുന്നു. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സംസാരത്തിനകത്ത് ചെറിയ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവരെ സഹായിക്കുക എന്നൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടിക്ക് ചെറിയ പഠന വൈകല്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ഉച്ചാരണം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയത്. അത് നമ്മുടെ മാതൃഭാഷയാവുമ്പോൾ ഒരു പക്ഷേ അത് ഒരു പ്രശ്നമാകുന്നില്ല. മറിച്ച് നമ്മൾ കുറച്ചുകൂടെ വളർന്ന ശേഷം മറ്റൊരു ഭാഷ, മാതൃഭാഷ അല്ലാത്തൊരു ഭാഷ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ശരിയായ ഉച്ചാരണവും രീതി എത്താൻ കഴിയുന്നില്ല. അതെന്തെന്നുള്ള ഞങ്ങളുടെ അന്വേഷണമാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതായത് ഞങ്ങളുടെ ഈ ഒരു അന്വേഷണം ആദ്യം തുടങ്ങി കഴിഞ്ഞപ്പോൾ മലയാള ഭാഷയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മലയാള ഭാഷ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മലയാളത്തിൽ പഠിച്ചവരാണ്, എന്നാൽ പോലും ഒരിക്കലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിൽ പോലും ഇതിൻ്റെ എങ്ങനെ വെക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ വായുടെ സ്ഥാനങ്ങൾ, ബാക്കിയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്കെപ്സിയോണിൻ്റെയും പേരിൽ നന്ദി അങ്ങ് പറയല്ല. കാരണം ഞങ്ങളിവിടെ ഇന്നലെ വൈകിട്ടാണ് വന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ക്ഷണിച്ച് എല്ലാവരും തന്നെ ഞങ്ങളുടെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കുചേരാൻ വന്നു. അതുകൂടാതെ ഇവിടെ കൂടുതലും സ്നേഹബന്ധങ്ങളാണ്. അത്രയും സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, അത്രയും സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി രൂപീകരിക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളും അവർ കഷ്ടപ്പെട്ട് നേടിയ പല കാര്യങ്ങളെക്കുറിച്ച് കാണാനും ഒക്കെ നിങ്ങളെല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു ഫോണറ്റിക്സ് പരമായ പഠനം ഒതുങ്ങി നിന്നിരുന്നത് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി പോലുള്ള മേഖലകളിൽ മാത്രമാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ സാധാരണ എല്ലാവർക്കും ഈ പഠനത്തിലേക്ക് വരാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ നിലവാരം വളരെ ഒരു 6 മാസം പഠിക്കാൻ എടുക്കുന്ന ഒരു സമയത്തിന് ഒരു 3 മാസത്തേക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത്രയും നമുക്ക് ആ ഒരു സയൻറ്റിഫിക് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമയം കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും വന്നിട്ടുള്ള എല്ലാ പേരൻസിനും ഈ ജേർണിയിൽ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുന്നത് കാസർഗോഡിൽ നിന്നാണ്. അവിടെ ഇഷ്ടം പോലെ ഭാഷകളുണ്ട്. എണ്ണി തുടങ്ങിയ കുറേ ഭാഷകൾ ചെറുപ്പം തൊട്ടേ കേട്ട് മനസ്സിലാക്കിയ ഭാഷകളുണ്ട്. ഞാൻ കന്നഡ മീഡിയത്തിൽ 10ാം ക്ലാസ് വരെ കംപ്ലീറ്റ്ലി പഠിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും പഠിച്ചു പോയ ഭാഷയാണ് മലയാളം. എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോഴും അതിൻ്റെ പ്രൊനൗൺസിയേഷൻസ് എനിക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും.
അതിൽ പല ഇഷ്യൂസും ഇടയ്ക്ക് വരാറുണ്ട്, എനിക്കും മനസ്സിലാവാറുണ്ട്. പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് മലയാളത്തിൽ നിന്ന് കന്നഡത്തിലേക്കും കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്കും പോകാനും നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാനിവിടെ കോഴിക്കോട് ഒരു 2-3 മാസം ഇവിടെ നിന്ന് കാസർഗോഡ് പോയി ഭാഷ പറയേണ്ടി വരുമ്പോൾ കന്നഡ വരാതാവും. തിരിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഇപ്പോൾ ചിന്തിക്കുന്ന ഭാഷയായി മാറി, ഇത്രയും വർഷം ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നതുകൊണ്ടും വായിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇത്രയും ലോകങ്ങളിലേക്കാണ് എനിക്ക് ആ ഒരു നാട്ടിൽ ജനിച്ച് വളർന്നതുകൊണ്ട് എൻട്രി കിട്ടിയത്. എനിക്ക് മലയാളം സാഹിത്യം വായിക്കാനും പറ്റും, കേൾക്കാനും പറ്റും. മലയാള സിനിമ അതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കന്നഡ വായിക്കാറുണ്ട്. കന്നഡ ഇപ്പോഴും സിനിമകളല്ലെങ്കിലും അതിൻ്റെ പുസ്തകങ്ങളിലേക്കുള്ള നല്ല ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് അവരുടെ കൂടെ, അവിടുത്തെ എഴുത്തുകാരുടെ കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് എപ്പോഴും കൂടെയുള്ള ഒരു ഭാഷയാണ്. ഇതുപോലെ കുട്ടികൾക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അവർക്ക് മലയാളം പഠിക്കാനും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ മലയാളം പഠിക്കാൻ മടി കാണിക്കുന്നുണ്ട്. അവർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. കവിതകളും ഗ്രാമറും ഒക്കെ വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ എൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊരു ഭാഷ, ഇങ്ങനെയൊരു പഠന രീതി, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠന രീതി ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീഡിയോ ആപ്പിന്റെ ലോഞ്ചിങ് ആണ്. മലയാള അക്ഷരങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളെ നാം സ്വരങ്ങൾ എന്ന് വിളിക്കുന്നു. കാ മുതൽ ഴ വരെയുള്ള അക്ഷരങ്ങളെ നാം വ്യഞ്ജനങ്ങൾ എന്ന് വിളിക്കുന്നു. സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കൃകം അഥവാ ലാരിങ്സിന്റെ മുകളിലൂടെ ഒഴുകുന്ന വായുവിന് യാതൊരു തടസ്സവും സംഭവിക്കുന്നില്ല. വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോളാകട്ടെ കൃകത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന വായുവിന് പൂർണമായോ ഭാഗികമായോ തടസ്സം സംഭവിക്കുന്നു. വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോൾ കൃകത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന വായുവിന് പൂർണമായോ ഭാഗികമായോ തടസ്സം സംഭവിക്കുന്നു. ഈ തടസ്സം ഏത് സ്ഥലത്ത് വെച്ച് എപ്രകാരം ഉണ്ടാകുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് വ്യഞ്ജനങ്ങളെ നാം തരംതിരിക്കുന്നത്. സ്പീക്സിയുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ ഹോണർ ചെയ്യുന്ന ചടങ്ങാണ്. കൃതിക, പാർവണ, ശ്രദ്ധ മറിയം, സ്നേര കാവേരി, ശ്രേയ, ഇതിൻ്റെ പ്രവർത്തകന്മാർ അങ്ങനെ കഠിന അധ്വാനം ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ, അക്ഷരങ്ങൾ, വ്യഞ്ജനങ്ങളും. ഇവിടെ തുഞ്ചൻപറമ്പിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് വായനാ മത്സരം സംഘടിപ്പിക്കാറുണ്ട്. അതിൽ ഈ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം, ഈ ഇവിടെ ചിത്രത്തെ കാണിച്ച പോലെ തന്നെ ഇവർ വളരെ നല്ല നിലയ്ക്ക് ഫോട്ടോയിൽ കൂടി അത് കാണിക്കാൻ ശ്രമിക്കണം. നമ്മൾ വായോണ്ട് അന്ന് ആലങ്കോട് ഇലക്ഷൻ ഇത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക്, വായനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അക്ഷരശുദ്ധി മത്സരമാണ്. നമുക്കറിയാം, ഭാഷാ പഠനം എന്നത് കേവലം പുസ്തകങ്ങളിൽ മാത്രം പഠിച്ചതുകൊണ്ടാകില്ല. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കൂടി എത്തുമ്പോഴാണ് ഒരു ഭാഷാ പഠനം പൂർണ്ണതയിൽ എത്തുന്നത് എന്നാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പത്തെ ഒരു തലമുറയെ അപേക്ഷിച്ച് ഈ വായിച്ചു പഠിക്കുന്നതിനേക്കാൾ കേട്ടു പഠിക്കുന്ന കുട്ടികൾ കൂടുതലായി വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നുകൂടി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഫോണിറ്റിക്സിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ ഒരു പുതിയ ഭാഷാ പഠന ആപ്ലിക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രയോജനകരമാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാം ഇപ്പോൾ പറഞ്ഞ ഇതേ സ്റ്റോറി എനിക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സിലൂടെ മാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്, ആത്മാർത്ഥതയുണ്ട്, മാമിൻ്റെ ഗോൾ, വിഷൻ എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു റൈറ്റ് പ്ലേസ് തന്നെയാണെന്നുള്ളത്. മലയാളത്തിൻ്റെ കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. വളരെ സന്തോഷം. കാരണം മലയാളം എല്ലാവരും അന്യമാക്കി കളഞ്ഞിട്ട് ഇംഗ്ലീഷാണ് എല്ലാവരും ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇതേപോലെ മലയാളം ചേർത്ത് പിടിച്ച് ഒരു സംരംഭം തുടങ്ങിയപ്പോൾ എല്ലാവിധ ആശംസ മാമിന് ഞാൻ നേരുന്നു. ഭാഗമായിട്ട് ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കോഴ്സാണ്. സാധാരണ ഞങ്ങൾ ഫോണറ്റിക് കോഴ്സിൽ പറയാറ്, ആൾക്കാരുടെ സംസാരം വെച്ചിട്ടാണ് നമ്മൾ ഫോണറ്റിക്സ് തിയറി ഉണ്ടാക്കുന്നത്. അതായത്
ഇന്ന പൊസിഷനിൽ നാവ് വരണം, ഇന്ന പൊസിഷൻ ചുണ്ട് വേണം, ഇന്ന പൊസിഷനിൽ ഇന്ന ശബ്ദമായിരിക്കണം എന്നൊക്കെ നമ്മൾ ആൾക്കാർ സംസാരിക്കുന്ന രീതി വെച്ചിട്ട് പറയുന്നതാണ്. എന്നിട്ടാണ് അത് കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അപർണയുടെ ടീമും നേരെ ആ തിയറിയെ തിരിച്ച് എന്താ പറയുക, ഈ പൊസിഷൻസ് വെച്ചിട്ട് കറക്റ്റായിട്ട് എങ്ങനെ ഉച്ചരിക്കാം എന്നുള്ളതാണ് പരീക്ഷിച്ചത്. മാതൃഭാഷകർ മാത്രമായ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളാണ്. അവർക്ക് പല ലോകത്തേക്ക് പറന്നു പോകാനുള്ള സാധ്യതകളുണ്ടായിട്ടും ഇത്രയും ഏറ്റവും അടിസ്ഥാനമായി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമം അത് വളരെ നമ്മൾ എടുത്തു പറയേണ്ടതും നമ്മൾ അത് അംഗീകരിക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഫോൺ തുറന്ന് പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആപ്പുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് പഠിക്കാം, ചൈനീസ് പഠിക്കാം, ജർമ്മൻ പഠിക്കാം, ഇപ്പോൾ കുട്ടികൾക്കിടയിൽ പ്രബലമായ കൊറിയനും പഠിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം. 1 മാസം കൊണ്ട് പഠിക്കാം, ഒരാഴ്ച കൊണ്ട് പഠിക്കാം, 2 മാസം കൊണ്ട് പഠിക്കാം, എത്ര ദിവസം കൊണ്ട് വേണമെങ്കിലും പഠിക്കാം. പക്ഷേ അത്രയൊക്കെ അതൊക്കെ തന്നെ അതിൻ്റെ പിന്നിലെ ശ്രമം എന്തായിരിക്കും എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. നമുക്കറിയാം ഒരു ആപ്പ് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വ്യാകരണം പഠിക്കുക എന്നാണ് നമ്മുടെ ഒരു തോന്നൽ. ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, 1-2 പേരോട് ഉണ്ട്, MA ക്ലാസ്സിൽ വരുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മലയാള അക്ഷരം ഉച്ചരിക്കാൻ അറിയാമോ? നന്നായിട്ട് ഉച്ചരിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ അറിയുന്നതെന്ന് പറഞ്ഞേ. തെക്കുള്ളവർ പറയും ക ഇക്ക ഗ ഇക്കങ്ങ, വടക്കുള്ളവർ പറയും കാക്ക ഗംഗങ്ങ. ഒരിടത്ത് കാക്കയും ഒരിടത്ത് ഇക്കയുമാണ്, അത്ര വ്യത്യാസമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മലയാളം ഉച്ചരിക്കുന്നത്. നമ്മുടെ ഉദ്ഘാടക ഡോക്ടർ C രാജേശ്വരിക്കാണ്. അവർ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് IIM കോഴിക്കോട്ടിലെ. അതും ഭാഷാ പഠന രംഗത്ത് ശാസ്ത്രീയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സ്കെപ്സിയോണിൻ്റെ ഒരു അവതരണ രംഗത്തുകൂടിയാണ് നിൽക്കുന്നത്. ഇതിൽ എൻ്റെ മോളും ഒരു ഭാഗമാണ്. 2 വർഷമായിട്ട് ഞാൻ ഈ യാത്രയിലുണ്ട് അപർണ ടീച്ചറുടെ കൂടെ. Poem Equipment by Edgar Albert Guest. Figure it out for yourself, my lad. You all that the greatest of men have had 2 arms, 2 hands, 2 legs, 2 eyes, and a brain to use if you would be wise. At first, I was really nervous to join the Speaksy English course. I like the Speaksy English course because my favorite subject is English. Class 3 at Cornerstone International School. എൻ്റെ വീട് പത്തനംതിട്ട കവിയൂരിലാണ്. After joining the Speaksy English speaking course, I learned the correct sounds of English and practice them every day. I want to express my heartfelt gratitude to my parents and teachers. My future, especially my pronunciation of every English word. പുതുമതമിതിനുടെ പദഗതിയത് മുണിയാൽ മതമിതിനാൽ മതിരകപതിയുടെ പദമതിലുതിരിടുവാൻ. If you can bear to hear the truth you have spoken, twisted by names to make a trap for fools, or watch the things you gave your life to, broken, and stoop and build them up with worn-out tools. All the words is a stage, and all the men and women merely players. They have their accent and their emphasis, and one man assembles many parts. Its acts being 7 ages, and the fourth the infant, Mullen and puking in the nurse's arms. After joining this course, my English improved. Now I can talk English fluently, and it gave me confidence to talk in front of many people. പൊട്ടി വീഴാൻ പോകുകയാണു പോലും മുട്ടു കൊടുക്കാൻ മറന്ന വാനം പൊക്കി വയ്ക്കാൻ നമുക്കാവുകില്ലെങ്കിലും ഇപ്പോഴേ തയ്യാറെടുത്തു നിൽക്കാം. Many people believe that speaking English beautiful is only for advanced learners or people from abroad, but this program proves us wrong that everyone can speak English beautifully.